നമസ്കാരം. ഇത് ദ ഇന്ത്യ. രാജ്യത്തിൻ്റെ വ്യോമയാന പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്ക് പുത്തൻ കരുത്തേക്ക് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ എയർബസ് 295 വിമാനത്തിൻ്റെ കന്നി പരീക്ഷണ പറക്കൽ വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വിമാനം വഡോദരയിലെ ഫൈനൽ അസംബ്ലി ലൈൻ ഫെസിലിറ്റിയിൽ നിന്നാണ് പറന്നുയർന്നത്. ഇതാദ്യമായാണ് ഒരു സ്വകാര്യ പങ്കാളിത്തത്തോടെ ഇന്ത്യയിൽ സൈനിക ഗതാഗത വിമാനം നിർമ്മിക്കുന്നത് എന്നതിനാൽ ഈ നേട്ടമേറെ പ്രാധാന്യമർഹിക്കുന്നതാണ്. എയർബസ് ഡിഫൻസ് ആൻഡ് സ്പേസുമായി സഹകരിച്ച് ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് അഥവാ TASL ആണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പരീക്ഷണ പറക്കൽ വിജയകരമായതോടെ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ C-295 വിമാനം ഈ വർഷം അവസാനം തന്നെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൈമാറാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതിയുടെ പ്രധാന നിർമ്മാണ കേന്ദ്രമായ വഡോദരയിലെ പ്ലാന്റ് 2024 ഒക്ടോബറിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്പെയിൻ പ്രധാനമന്ത്രി പെഡ്രോ സാഞ്ചസും ചേർന്ന് രാജ്യത്തിന് സമർപ്പിച്ചത്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് 56 എയർബസ് C-295 വിമാനങ്ങൾ വാങ്ങുന്നതിനായി 21,935 കോടി രൂപയുടെ കരാറിലാണ് ഇന്ത്യ ഒപ്പുവെച്ചിരുന്നത്. കരാർ പ്രകാരം ആദ്യത്തെ 16 വിമാനങ്ങൾ സ്പെയിനിലെ സെവിലിലുള്ള എയർബസിൻ്റെ പ്ലാന്റിൽ നിന്ന് പൂർണ്ണമായും നിർമ്മിച്ച് ഫ്ലൈ അവേ അവസ്ഥയിൽ ഇന്ത്യയിലെത്തിക്കും. ബാക്കി 40 വിമാനങ്ങൾ ഇന്ത്യയിലാവും കൂട്ടിയോജിപ്പിക്കുക. ഇതിൽ ചില വിമാനങ്ങൾ ഇതിനകം തന്നെ വ്യോമസേനയ്ക്ക് ലഭിച്ചു കഴിഞ്ഞു. 2031 ഇവയുടെ വിതരണം പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കായിട്ടുള്ള ഒരു MRO, അതായത് മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓവർഹോൾ ഹബ്ബ് ഇന്ത്യയിൽ സ്ഥാപിക്കുന്നതും ഈ പദ്ധതിയുടെ ഭാഗമാണ്. 1960 മുതൽ സേവനത്തിലുള്ളതും പഴക്കമേറിയതുമായ അവ്രോ 748 വിമാനങ്ങൾക്ക് പകരമായിട്ടാണ് ഈ പുതിയ വിമാനങ്ങൾ എത്തുന്നത്. പ്രതികൂല കാലാവസ്ഥകളിലും തന്ത്രപ്രധാനമായ പരുക്കൻ റൺവേകളിലും പോലും സുരക്ഷിതമായി ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും ഈ വിമാനങ്ങൾക്ക് സാധിക്കും. ഇന്ത്യൻ പ്രതിരോധ വ്യവസായത്തിൽ വിപ്ലവാത്മകമായ മാറ്റങ്ങൾക്കാണ് C-295 പദ്ധതി വഴിവെച്ചിരിക്കുന്നത്. ആഗോള വിമാന നിർമ്മാണ ഭീമന്മാരായ എയർബസും ഇന്ത്യയിലെ പ്രമുഖ വ്യവസായ ഗ്രൂപ്പായ ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സൈനിക വിമാനം പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുറത്ത് ഒരു സ്വകാര്യ കമ്പനിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് നിർമ്മിക്കുന്നത്. ഈ പദ്ധതി ടാറ്റയിലും എയർബസിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല. ഇന്ത്യയിലുടനീളമുള്ള നിരവധി ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഈ വിമാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളുടെ നിർമ്മാണത്തിൽ പങ്കാളികളാകുന്നുണ്ട്. ഭാരം വഹിക്കാനുള്ള ശേഷി തന്നെയാണ് ഈ വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യൻ വ്യോമസേനയുടെ പഴക്കമേറിയ AN-32 വിമാനങ്ങൾക്ക് 6700 കിലോ ഭാരം ചുമക്കാൻ കഴിയുമ്പോൾ C-295 വിമാനങ്ങൾക്ക് 9000 കിലോഗ്രാം വരെ കാർഗോ വഹിക്കാൻ സാധിക്കും. അതിനാൽ തന്നെ ഒരൊറ്റ യാത്രയിൽ തന്നെ കൂടുതൽ സൈനികരെയും ഉപകരണങ്ങളും മറ്റ് സാമഗ്രികളും എത്തിക്കാൻ സാധിക്കുന്നു. കൂടാതെ AN-32 പഴയ സംവിധാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കൂടുതൽ സുരക്ഷയും മികച്ച പ്രവർത്തനക്ഷമതയും നൽകുന്ന ആധുനിക ഏവിയോണിക്സും ഡിജിറ്റൽ കോക്പിറ്റും C-295 വിമാനങ്ങളുടെ സവിശേഷതയാണ്. 71 സൈനികരെയോ അല്ലെങ്കിൽ 50 പാരഷൂട്ടുകാരെയോ ഒരേ സമയം വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ വിമാനം. കഠിനമായ ഭൂപ്രകൃതിയുള്ള അതിർത്തി മേഖലകളിലേക്ക് യുദ്ധസാമഗ്രികളും കനത്ത ലോഡുകളും വേഗത്തിലെത്തിക്കാനും ഇത് വ്യോമസേനയെ സഹായിക്കും. പ്രധാനമായും ഒരു ഗതാഗത വിമാനമായി മാത്രം സേവനമനുഷ്ഠിക്കുന്ന AN-32 നിന്ന് വ്യത്യസ്തമായി സമുദ്ര നിരീക്ഷണം, മെഡിക്കൽ ഒഴിപ്പിക്കൽ ദൗത്യങ്ങൾ എന്നിവയ്ക്ക് ഒരേപോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മൾട്ടി റോൾ പ്ലാറ്റ്ഫോമാണ് C-295. 1980-കളിൽ വ്യോമസേനയുടെ ഭാഗമായ AN-32 വിമാനങ്ങൾ ഒഴിവാക്കാൻ തയ്യാറെടുക്കുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വ്യോമസേന കൂടുതൽ C-295 വിമാനങ്ങൾക്കായി ഓർഡർ നൽകുമെന്നാണ് കരുതപ്പെടുന്നത്. 56 വിമാനങ്ങൾക്കായിട്ടുള്ള ആദ്യ ഓർഡറിന് പുറമെ $3.1 ബില്യൺ വിലമതിക്കുന്ന 15 C-295 വിമാനങ്ങൾ കൂടി വാങ്ങുന്നതിന് അനുമതി നൽകിക്കൊണ്ട് ഇന്ത്യ ഈ പദ്ധതി ഇതിനകം തന്നെ വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ 9 വിമാനങ്ങൾ മീഡിയം റേഞ്ച് മാരിടൈം റിക്കണൈസൻസ് എയർക്രാഫ്റ്റ് പദ്ധതിക്ക് കീഴിൽ ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറും. ഇവ നാവികസേനയുടെ P-8I വിമാനങ്ങൾക്കൊപ്പമാവും പ്രവർത്തിക്കുക. ബാക്കിയുള്ള 6 വിമാനങ്ങൾ മൾട്ടി മിഷൻ മാരിടൈം എയർക്രാഫ്റ്റ് പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന് നൽകും. മുമ്പ് സ്പെയിനിൽ വെച്ച് ചെയ്തിരുന്ന ജോലികളുടെ 96% ഇപ്പോൾ ഇന്ത്യയിലാണ് നടക്കുന്നത്. ഇത് എയ്റോസ്പേസ് നിർമ്മാണ രംഗത്തെ തദ്ദേശീയവൽക്കരണത്തിൻ്റെ വളർച്ചയെ കൂടിയാണ് പ്രതിഫലിപ്പിക്കുന്നത്.